നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുകളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലൈബ്രറിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് വായനക്കാർ. ചോർന്നൊലിച്ച് കെട്ടിടം ഏത് സമയത്തും നിലം പൊത്തുമെന്ന അവസ്ഥയിലാണ്. പേരാമ്പ്ര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുകളിൽ പ്രവർത്തിക്കുന്ന പേരാമ്പ്ര പബ്ലിക് ലൈബ്രറിക്ക് ശാപമോക്ഷമായില്ല. ഏതാനും വർഷമായി അപകടകരമായ രീതിയിൽ കെട്ടിടത്തിന്റെ ഷീറ്റ് ഇളകിപ്പോയതോടെ മഴ നനഞ്ഞ് ചുമരുകൾ വിണ്ടുകീറി നിലത്ത് വെള്ളം കെട്ടിനിൽക്കുകയാണ്. മുൻപ് ചോർച്ചയില്ലാത്ത സ്ഥലം വരാന്തയായിരുന്നു. ഇപ്പോൾ അവിടെയും ചോർന്നൊലിക്കാൻ തുടങ്ങി. 10,000-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ടെന്ന് വായനക്കാർ തന്നെ പറയുന്നു. പേരാമ്പ്രയിലെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥാലയമാണ് ഈ പബ്ലിക് ലൈബ്രറി ഗ്രന്ഥാലയം. ഇത് ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വർഷമായി. ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റിയതിനു ശേഷം ഇവിടെ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇവിടെ വരാനോ ഇരിക്കാനോ വായിക്കാനോ ഒരു പുസ്തകം എടുക്കാനോ പിന്നെ ഇവിടെയുള്ള പുസ്തകങ്ങൾ നനയാതെ സൂക്ഷിക്കാനോ സംവിധാനമുണ്ട്. അത് അധികൃതർ കാര്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വായന ഇപ്പം പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടവും ലൈബ്രറികൾ ആവശ്യമില്ലാതെ തന്നെ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വായിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ ആൾക്കാരാണ് ഇവിടെ ബുക്ക് എടുക്കാൻ കഴിയുന്നത്. അതും പ്രായക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ തോണി കയറി വരുന്നതിലും പ്രശ്നമുണ്ട്. മഴക്കാലത്ത് ഇവിടെയുള്ള ചളിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ പുതിയ പുതിയ പുസ്തകങ്ങൾ എത്തിക്കാൻ കഴിയാത്ത ഫണ്ടിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ആയാലും അല്ലെങ്കിൽ MLA ആയാലും ഗ്രന്ഥശാല സംഘമായാലും ആരൊക്കെയാണോ ഇതിന് ഉത്തരവാദികൾ എന്നുള്ളത് അറിയില്ല. അവരൊക്കെ ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ളത് നടപടി വേണമെന്നുള്ളതാണ് ഒരു വായനക്കാരന് വേണ്ടി. ഈ പുസ്തകങ്ങൾ നനഞ്ഞ് നശിക്കുന്നതിന് മുൻപ് പഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കാണണമെന്ന് കെട്ടിടത്തിന് താഴെയുള്ള വ്യാപാരികളും വായനക്കാരും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇതിന് പഞ്ചായത്ത് അധികൃതർ പെട്ടെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ ഈ ബിൽഡിംഗ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് വേസ്റ്റുകൾ നേരത്തെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 22 വർഷമായിട്ട് ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ശരിക്ക് കസ്റ്റമേഴ്സിനൊന്നും ഈ കോണി കയറി വരാനുള്ള ഒരു സാഹചര്യം തന്നെ വളരെ വൃത്തികെട്ട അവസ്ഥയാണ്. താഴെ മൂത്രപ്പുറയെന്നുള്ള സ്മെല്ലും ഇവിടെ വന്ന് കണ്ടറിയാണ്. ഒരു പൊതു ലൈബ്രറിയാണ് മേലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ആളുകൾക്ക് അവിടെ പോയിരുന്ന് വായിക്കാനോ പത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്കുകളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മൊത്തം ഒരു വൃത്തികേടായി വെള്ളമൊക്കെ ഇങ്ങനെ ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതും പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. പൊട്ടിയ ചുമരിലൂടെ വെള്ളമിറങ്ങി താഴത്തെ കച്ചവടക്കാർക്കും ഭീഷണിയാവുന്നു. കഴിഞ്ഞ ദിവസം 2 ഷീറ്റ് മാറ്റിയെങ്കിലും അകത്തേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിന് കുറവൊന്നുമില്ല. കെട്ടിടത്തിന്റെ മേൽനിലയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിക്ക് പിന്നിൽ കാട് പിടിച്ചു കിടക്കുകയാണ്. ഇതിലെ ഇഴജന്തുക്കളുടെ വാസകേന്ദ്രമായിരിക്കുകയാണ്. ഇവിടെ വെള്ളം കെട്ടിനിന്ന് കെട്ടിടത്തിന് ഭീഷണിയായിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ പതിയണമെന്ന ആവശ്യവും ശക്തമാവുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.